നമ്മൾ ജോധ്പൂർ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്ന് നമ്മളൊരു കൊട്ടാരത്തിൽ താമസിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിന്റെ ബേസിസിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലാണ് തൊട്ട് പുറകിൽ കാണുന്നത്, ദ ഉമ്മീദ് റിസോർട്ട് ആൻഡ് സ്പാ. അതെ, ദ ഉമ്മീദ് റിസോർട്ട് ആൻഡ് സ്പാ ജോധ്പൂർ. അപ്പോ ഇത് ഭയങ്കര വലിയൊരു പാലസ് ഹോട്ടലാണ്, ഗംഭീരമായ ആംബിയൻസ് ആണ്, 26ഓളം ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇവിടത്തെ ഒരു സെറ്റപ്പ് എങ്ങനെയാന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി ഇത് പാലസോ കാര്യമൊന്നും അല്ല, പക്ഷെ എന്നാലും നമ്മളിവിടെ സ്റ്റേ ചെയ്യുമ്പോ ഒരു രാജാവ് റാണി നിക്കണ പോലെ ഒരു വൈബാണ്. കാരണം ഇവര് 2000-ലാണ് ഇത് പണി കഴിപ്പിച്ചത്. ഇതൊരു പാലസ് തീമില് പണിയിപ്പിച്ചിട്ടുള്ള ഒരു ഹോട്ടലാണ്, റിസോർട്ടാണ്. സോ നമ്മൾ കരുതിയ ഒരു പാലസിന്റെ അകത്ത് നമ്മൾ സ്റ്റേ ചെയ്യാം, ജോധ്പൂർ പോലെ നാട്ടിൽ വന്നിട്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു ഇൻകംപ്ലീറ്റ് ഫീല് വരണ്ടാന്ന് കരുതി നമ്മളപ്പോ ഈ പാലസ് ഹോട്ടലിൽ താമസിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ഇതിന്റെ അകത്തേക്ക് കയറാൻ പോകും. ഇത് ഭയങ്കര വലിയൊരു ഏരിയ കേട്ടോ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം, 26 ഏക്കറാണ്. ഇവിടെ മയിലും സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്, ഇപ്പൊ ഇല്ല. അവിടെ കുതിരസവാരിയും പരിപാടികളൊക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ ഇതിന്റെ അകത്തേക്ക് കയറാൻ പോവാണ്. ശരിക്കും ഒരു രാജകീയ വൈബാട്ടോ. ഇപ്പൊ ഇവിടുത്തെ റിസോർട്ടിൽ ഇപ്പൊ നമ്മളെ വെൽക്കം ചെയ്യാൻ പോണ ചേട്ടന്മാർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഗ്രൂമിങ് കൊടുത്തേക്കുന്ന ഇങ്ങനെ കട്ട മീശ പിരിച്ചു വെച്ചിട്ട്, മീൻസ് അതായത് ഒരു അങ്ങനത്തെ ഒരു പാലസ് വൈബ് തന്നെ ആണ് എല്ലാം കൊണ്ടും ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണേ. ഭയങ്കര രസമാട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറ്റിങ്ങനെ ആ ചേട്ടന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്, അവരിങ്ങനെ ലൈവായിട്ട് അതൊക്കെ ചെയ്യും. അപ്പൊ നമുക്കും ഒരു ഫീല് വരും, ഓക്കെ വി ആർ ഇൻ ദാറ്റ് റോയൽ എറ എന്നുള്ളത്. സത്യം, ഒരു റോയൽ ഫീൽ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ വരുമ്പോ വലിയൊരു കാർ പാർക്കിംഗ് ഏരിയ, 2 കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് അവിടെയായിട്ട് ഇവരുടെ വേറെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇതിപ്പോ പോകാനുള്ള ഗസ്റ്റിന്റെ വണ്ടികളായിരിക്കും. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്തപ്പൂക്കളം പോലത്തെ ഒരു സംഭവമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ എന്തോ ഡിസൈനും സംഭവങ്ങളൊക്കെയാണ്. വലിയ ഹൈറ്റിലാട്ടോ അതിന്റെ സീലിങ്ങും സംഭവങ്ങളൊക്കെ. മേരി മാർക്കറ്റ് അങ്ങോട്ട് പോവാണ്. അവിടെ 2 ചെണ്ടൊക്കെ വെച്ച്. അതെ, നമുക്കുണ്ടല്ലോ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു ഫോട്ടോഷൂട്ട് ഞാൻ കുറെ വീഡിയോസ് ഒക്കെ എടുത്തു. എവിടെ ക്യാമറ വെച്ച് കഴിഞ്ഞാലും ഒരു റോയൽ ഒരു നോർത്ത് ഇന്ത്യൻ റോയൽ വൈബ്. പിന്നെ ഇവിടെ റോയൽ വെഡിങ് ഒക്കെ, ഈ ഡെസ്റ്റിനേഷൻ വെഡിങ് ഒക്കെ അതൊക്കെ ഇവിടെ നടത്താറുണ്ട്. വലിയൊരു ഉള്ളിലൊക്കെ ഒരു വലിയൊരു ഏരിയ ഒക്കെ ഉണ്ട് ഫുഡ് കഴിക്കാനും. എനിക്ക് തോന്നുന്നു ഈ മറ്റേ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട്, പറയാൻ കിട്ടില്ല പെട്ടെന്ന്, ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ 2 ഡ്രംസ് വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഡ്രംസ് പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഒരു ചേട്ടൻ നിപ്പുണ്ട്, എന്നെ തല്ലി ഓടിക്കും. ഞാൻ ആക്ഷൻ മാത്രം കാണിക്കാം. ഇപ്പൊ ഞാൻ മ്യൂസിക് ഇട്ടിട്ട് ഞാൻ പോവാം. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്ക് ഇവ പറഞ്ഞ പുള്ളിയാട്ടോ, പുള്ളിയുടെ മീശനെ കുറിച്ച് പറഞ്ഞത്. നമസ്തേ ഭയ്യ, आपका नाम? अनूप सिंह. अच्छा नाम, अच्छा മുസ്താഷ്. താങ്ക് യു. അപ്പൊ ഇവിടുന്ന് മറ്റേ സാധനമൊക്കെ ഉണ്ട്, മെറ്റൽ ഡിറ്റക്ടർ. ഇതുവഴി നമ്മൾ അകത്തേക്ക് കയറാം. അത് ഗൈസ്, അങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ ലോബി ഏരിയയിൽ ഭയങ്കര വിശാലമായ ഷോറൂം പറയണ പോലെ. ഇത് കയറി വരുമ്പോൾ തന്നെ ഒരു പല്ലക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു രാജകീയ വൈബ് കയറി വരുമ്പോ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. അത് നൈസായിട്ടുണ്ട്. ഇവിടെ 2 സൈഡിലായിട്ടും ഈ മറ്റേ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ഇങ്ങനെ സാധനങ്ങൾ. എനിക്കത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്, നോർമൽ സാധനങ്ങളാണെങ്കിലും. ഇങ്ങനത്തെ 5 സ്റ്റാർ റിസോർട്ടിൽ അല്ലെങ്കിൽ ഹോട്ടൽസിലൊക്കെ വെക്കുന്നത് ഭയങ്കര നല്ല ആർക്കിടെക്ചർ ആട്ടോ. ഇവിടെ ഇത് മിറർ ആക്ച്വലി ഇവിടെ മിറർ ഉണ്ട്. ഇവിടെ വന്നിട്ട് പൂക്കളും സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ കുറെ ആർട്ട് വർക്ക് ഇവര് ചെയ്തിട്ടുണ്ട്. ആ ആർട്ട് വർക്കിന്റെ റിഫ്ലക്ഷൻ ആണ് ഇവിടെ കാണുന്നത് കേട്ടോ ഈ മിററില്. അങ്ങനെ ഉണ്ടല്ലേ? ഭയങ്കര രസമായിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. തറയൊക്കെ എനിക്ക് തോന്നുന്നു മാർബിളോ അങ്ങനത്തെ എന്തോ സംഭവം ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് പീകോക്കിന്റെ വലിയൊരു പെയിന്റിങ്ങും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. രാവിലെ ഇതിന് മുമ്പിൽ നമ്മൾ ഫോട്ടോഷൂട്ട് പെയിന്റിംഗ് അല്ല, ആർട്ട് വർക്ക്, അതായത് കൊത്തി വെച്ചേക്കണ സംഭവമാണ്. അതെ, ഭയങ്കര വലിയൊരു റിസപ്ഷൻ ആട്ടോ ഈ ഹോട്ടലിന്റെ. ഭയങ്കര അടിപൊളിയാണ്. സ്റ്റെയറൊക്കെ നോക്കുമ്പോ തന്നെ ഒരു രാജകീയത തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ ഇവയുടെ അമ്മാമ്മയുടെ പെട്ടി പോലത്തെ ഒരു പെട്ടി, അതിന്റെ ഒരു XXL സാധനം. എന്റെ കയ്യിലുള്ളതൊരു സ്മോൾ ആണ്. അത് ഇതുപോലെ ആർട്ട് വർക്ക് ഒക്കെ ചെയ്ത് ഒന്നും കൂടി സെറ്റാക്കിയിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കണം. ഇതാണ് ഇവിടുത്തെ പെട്ടി വരുന്നത്. ഇതെന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു പെട്ടിയാട്ടോ. ഭയങ്കര വെയിറ്റുവാ. പൊക്കാനൊക്കെ പറ്റും വേണമെങ്കിൽ, പക്ഷെ നല്ല വെയിറ്റ്. ഓൾറെഡി ഇത് വുഡനാണ്. വുഡൻ വുഡന്റെ മുകളിൽ ഇങ്ങനെ ഈ മെറ്റലിന്റെ എന്തോ വർക്കും പോയിട്ടുണ്ട്. അതെ, മെറ്റലിന്റെ ആട്ടോ. ഭയങ്കര രസമുണ്ട് കാണാൻ. ഇതിന്റെ പിടിയൊക്കെ നോക്കിയാൽ നല്ല എസ്തെറ്റിക് പിടികളാണ്, റോയൽ പിടികൾ.
അതെ, ഇതെനിക്ക് ചിലപ്പോ രാജാവിന്റെ ഇത് പാലസ് അല്ലായിരുന്നല്ലോ അല്ലെ, നമുക്കിത് ശരിക്കും ഉണ്ടല്ലോ ഇവർക്ക് വേണമെങ്കിൽ മാർക്കറ്റ് ചെയ്യായിരുന്നു. ഇത് പാലസ് അല്ല, നമ്മൾ ഓൾറെഡി ഇവരോട് ചോദിച്ചു റിസപ്ഷനിൽ ഇത് എങ്ങാനും പാലസ് എങ്ങാനായിരുന്നോ, ഇതിങ്ങനെ റിനോവേറ്റ് ചെയ്ത് ഇപ്പൊ ഇതുപോലെ ആക്കി എടുത്തതാണ്. അപ്പൊ അല്ല, ഇത് 2000 ഇവർ ഉണ്ടാക്കിയ ഒരു റിസോർട്ടാണ് എന്നൊക്കെ. പാലസ് ഇൻസ്പയർഡ് റിസോർട്ട്. പാലസ് ഇൻസ്പയർഡ് റിസോർട്ട്. ഇവിടെ ബാക്കിൽ ഗാർഡൻ ഒക്കെ ആട്ടോ, ഭയങ്കര രസമാണ് വ്യൂവും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ എല്ലാം ഇങ്ങനെ സിമ്പിൾ ആയിട്ടാണെന്നുണ്ടെങ്കിലും ഇപ്പൊക്കെ എല്ലാവരും ഇപ്പൊ ഒരു വീട് പണിയാണെന്ന് വിചാരിക്കും, ഭയങ്കര സിമ്പിൾ ആയിട്ട് വൈറ്റില് അല്ലെങ്കിൽ മിൽക്കി വൈറ്റില് സാധാ ഒരു സ്റ്റെയർ ഒക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ ഇത് സാധയാണെങ്കിലും ആ ഒരു റോയൽറ്റി ഫീൽ ചെയ്യാൻ വേണ്ടി ഒരു കേർവ് കൊടുത്ത് അതിന്റെ ആ ഒരു ഇവിടെയൊക്കെ ഇങ്ങനെ കുറെ എന്താ പറയാ ഡിസൈൻ, ഒരു ഇന്ത്യനി വൈബ്. ഗൈസ്, അങ്ങനെ നമ്മൾ റിസപ്ഷന്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ റെസ്റ്റോറന്റ് ആ ഒരു ഏരിയയിലേക്കാട്ടോ, അവിടേക്ക് പോകാനുള്ള ഒരു പാത്ത് വേ ഒക്കെ അത് എന്ത് ഭംഗിയായിട്ട് അവരത് അലങ്കരിച്ചേണെന്നറിയോ, അലങ്കരിക്കല്ല സെറ്റപ്പ് ആക്കിയേക്കണേന്നറിയോ. അതായത് സൈഡിൽ നല്ല 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 മരങ്ങള് ഓവർഡൂ ചെയ്യാണ്ട് നല്ലൊരു റോയൽ കളർ തീമിലാണ് പിന്നെ ഈ ഒരു റിസോർട്ട് സെറ്റ് ആക്കിയേക്കണേ. പിന്നെ ഇതിന്റെ ഇടയിൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് പറഞ്ഞില്ലേ മറ്റേ ചേട്ടന്മാരെങ്ങനെ ഇരുന്ന് ആ ഇൻസ്ട്രുമെന്റ് എന്താന്ന് എനിക്ക് അറിയില്ല, അതൊക്കെ ഇരുന്ന് വായിക്കണം. അപ്പൊ നമുക്ക് നമ്മൾ ആ ഒരു എറയില്ലേ, പണ്ടത്തെ ആ ഒരു റോയൽ എറയിലേക്ക് ഇങ്ങനെ ഇറങ്ങി തന്നെ നമ്മൾ ആ ഒരു ഫീലിലായിരിക്കും. നല്ല രസാ. കുറേ വീഡിയോസും ഫോട്ടോസും റീലിലും ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ വേണ്ടി എടുക്കാൻ പറ്റും. ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ ഗാർഡൻ ആയിട്ട് ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പോയിരുന്ന് ചായ കുടിക്കുക കാപ്പി കുടിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ ഒരു ഗാർഡൻ, ഇവിടെ ഒരു ഗാർഡൻ, ഇവിടെ ഒരു ഗാർഡൻ, അങ്ങനെ 4 ഗാർഡൻ. ഇത് 4ാമത്തെ കട. ഇങ്ങനെ 4 ഗാർഡൻ ഉണ്ട്. ഇതിന്റെ അപ്പുറത്താണ് നമ്മളുടെ റിസപ്ഷൻ ഏരിയ വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആ കാണാനായിട്ട്. പിന്നെ പ്രാവൊക്കെ കണ്ട അവിടെ. പ്രാവ് മാത്രല്ല, അവിടെ ഒരു പൂൾ ഏരിയയും സംഭവങ്ങളൊക്കെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടാ. റെസ്റ്റോറന്റ് ഏരിയ ആണ്. അവിടെ നിറച്ചും ആൾക്കാരിരുന്ന് ഫുഡ് കഴിക്കേണ്ടി, വെറുതെ അവർ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ. പിന്നെ അവരുടെ പ്രൈവസിയും മാറ്റേഴ്സ് ആണല്ലോ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ ഗ്ലിംസ് എടുത്തിട്ടുണ്ട്, അത് നമ്മൾ എന്തായാലും കാണിക്കാം. നമ്മൾ ഈ റെഡ് കാർപ്പറ്റിൽ ചവിട്ടിക്കൊണ്ട് പോകുന്നതെന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂളിന്റെ ഏരിയയിലേക്കാണ്. ഇവിടുത്തെ വലിയൊരു പൂളാണ്. ഇവിടെ അടുത്ത ഗാർഡൻ, ഇവിടെ മുഴുവൻ ഗാർഡൻ ആട്ടോ. ഉമ്മത്ത് പാലസ് എന്നല്ല ഈ റിസോർട്ടിന്റെ പേരിടേണ്ടത്, ആക്ച്വലി പാലസ് ഓഫ് ഗാർഡൻ എന്ന് വേണം ഇടാനായിട്ട്. ഇത് കേട്ടോ, ഇവിടുത്തെ കോർട്ട്യാർഡൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര രസമാണ് കാണാൻ. ഇപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ പൂള് വരുന്നത്. പൂളിലേക്കുള്ള ആക്സസിന് വേണ്ടിയിട്ട് ഈ ഡോറ് ലോക്കാണ്. അവിടെ വേറെ ഡോറുണ്ട് ഗൈസ്. പൂൾ സൈഡ് ലോൺ, പൂൾ സൈഡിലും വലിയൊരു ലോൺ ഉണ്ട്, ഗാർഡൻ ഉണ്ട്, അടിപൊളിയാണ്. നമ്മൾ വരുമ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്നത് നൈസ് ആയിരിക്കും. ഓക്കെ, വെൽക്കം ടു ദ പൂൾ. ഇതാണ് ഇവിടുത്തെ പൂൾ എന്ന് പറയുന്നത്. ഭയങ്കര വലിയ പൂളാണ്, ഒപ്പം വലിയൊരു ലോണും ഉണ്ട്. ഭയങ്കര വലിയ ലോണാണ്. ഈ ലോണിൽ നമ്മൾ രാവിലെ വന്ന സമയത്ത് നമുക്കിവിടെ മയിലിന്റെ ശബ്ദം, പ്രാവിന്റെ ശബ്ദം, കുയിലിന്റെ ശബ്ദം, ഈ ശബ്ദങ്ങളൊക്കെ കേട്ടു. ജീവനോട് വിറ്റകളൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ഈ അടുത്ത പുറത്തൊക്കെ മയിലുണ്ട്. കാരണം നമ്മൾ വരുന്നോടത്ത് തന്നെ ഇവർ എഴുതിയിട്ടിട്ടുണ്ട് പീക്കോ ക്രോസിംഗ് ഏരിയ എന്നൊക്കെ കേട്ടോ. ഭയങ്കര രസമാണ്. നല്ലൊരു അത്യാവശ്യം വലിയൊരു പൂളാണ്. പൂളിനേക്കാളും രസം ഇവിടുത്തെ നേച്ചറാണ്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഫുള്ള് ഗ്രീനറി ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ. ശരിക്കും ഒരു റോയൽ അറ്റ്മോസ്ഫിയർ പോലെ തന്നെ ഇവിടെ. ഇതാണ് ഇവിടുത്തെ പൂള്, ഭയങ്കര വലിയ പൂള്. ആഴം എന്തോരുണ്ടെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളല്ലോ, ഉണ്ടാവേണ്ടതല്ലോ. താഴെ എഴുതി വെച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ, ഡേറ്റ്, CL, ppm, pH ലെവല് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ അകത്ത്. ഭയങ്കര രസം. ഇവിടെ ഇരുന്ന് ഇവിടെ ഒരു റീലൊക്കെ രാവിലെ എടുത്തതാ. ഇവിടെ മുഴുവൻ കബൂത്തറുകളാണ് ഗൈസ്. കബൂത്തർ, പ്രാവിട. എനിക്ക് ആക്ച്വലി ഇപ്പോഴും ആ റീലിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ മറ്റേ ആ മ്യൂസിക് ഇല്ലേ, മറ്റേ ചേട്ടൻ വായിക്കണ നീ കുറച്ച് ഒരു യുദ്ധം കൂടി നടക്കണം. അങ്ങനെയല്ല, ആ മറ്റേ എന്റെ രാജകുമാരി നിനക്ക് കീഴടക്കാൻ പറ്റില്ലടാ രണരാജാവേ എന്ന് പറയണ രീതിയിൽ ആ ഒരു വൈബ് നല്ല ബോറാട്ടാ. എക്സൈറ്റ്മെന്റിൽ പറയുന്നത് ആൾക്കാർക്ക് ബോറായിട്ടാ തോന്നുന്നു. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു. റെസ്റ്റോറന്റ് ഏരിയ കണ്ടു, പൂൾ ഏരിയ കണ്ടു, റിസപ്ഷൻ ഏരിയ കണ്ടു, ഗാർഡൻ ഏരിയ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ റൂം ടൂർ ആണ് ഗൈസ്. നമ്മുടെ റൂമിന്റെ അവിടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ഗൈസ്. അങ്ങനെ നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോയാലോ. ഉദയ്പൂർ സ്യൂട്ട് എന്നാട്ടോ നമ്മുടെ റൂമിന്റെ പേര് തന്നെ. ഇതാട്ടോ നമ്മുടെ റൂമിന്റെ എൻട്രൻസ് ഡോർ തന്നെ ഇങ്ങനെ വരെ കുറെ ആർട്ട് വർക്കും സംഭവങ്ങളൊക്കെ ആയിട്ട്. സ്യൂട്ട് റൂം ആയതുകൊണ്ടായിട്ട് ഇങ്ങനെ, ബാക്കി റൂമൊക്കെ നോർമൽ ആയിട്ടായിരിക്കും വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഒരു വാഷ്റൂം ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു വാഷ്റൂമാണ്, ഗസ്റ്റ് വാഷ്റൂം പോലെ. ഒരു ചെറിയൊരു ക്ലോസറ്റ് ഉണ്ട്. ഇവിടെ വന്നിട്ട്
നമ്മളുടെ എന്താ പറയാ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാൻഡ് വാഷ് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. 2 ഗ്ലാസ് ഉണ്ട്. ഞാൻ ഈ ഗ്ലാസ് സാധാരണ നമ്മുടെ ബ്രഷ് ഇട്ട് വെക്കാൻ ഉപയോഗിക്കാറ് കേട്ടോ. ബ്രഷും അതുപോലെ തന്നെ ഷവർ ക്യാപ്പ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി 2 ബാത്റൂം ഉണ്ട്, അതൊരു ബാത്റൂമാണ്. ഇവിടെ വന്ന് നേരെ കയറി വരുമ്പോ തന്നെ ഇവിടെ ഒരു ബാർ കൗണ്ടർ പോലത്തെ ഒരു ഏരിയ ഉണ്ട്. ഇങ്ങനത്തെ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട്. ഇവിടെ നമ്മുടെ കെറ്റില്, വെള്ളം, ടീ, കോഫി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ചെറിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ബാർ കൗണ്ടർ ആണെങ്കിലും അത് ചായം കാപ്പി ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഈ റൈറ്റ് സൈഡില് ഇവിടെ വരുമ്പോ ഇവിടെ ചെറിയൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. ഈ ഡൈനിങ് ഏരിയയുടെ പ്രത്യേകത ഇത് വന്നിട്ട് നമുക്ക് ഇവിടേക്ക് കോർട്ട്യാർഡിന്റെ വ്യൂവോട് കൂടിയിട്ടുള്ളതാ. കോർട്ട്യാർഡിന്റെ വ്യൂവോട് കൂടി ഈ കർട്ടനൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഭയങ്കര രസം കാണാനായിട്ട്. അപ്പൊ അവിടെ ഒരു ചെറിയൊരു ഡൈനിങ് സെറ്റപ്പ് ഉണ്ട്. യെസ്. പിന്നെ ഇവിടെ നമുക്ക് ഈ ശരിക്കും നമ്മളൊരു വീടില്ല, ഒരു 1 BHK റൂമിൽ വീട്ടിൽ പോവില്ലേ, ആ ഒരു വൈബാണ്. ഇവിടെ വന്നിട്ട് നമ്മുടെ വിസിറ്റിംഗ് ഏരിയ. യെസ്. ഒരു ടീപ്പോയി. ഇപ്പൊ ഇതിന് എന്താ വേറെ എന്തോ ആണ് പറയണേ, ചായ വെക്കണ ടീപ്പോയി തന്നെ. നമ്മൾക്ക് ടീപ്പോയി ഉണ്ട് ഇവിടെ. പിന്നെ ഇരിക്കാനായിട്ട് ഒരു കൗച്ച് ഉണ്ട്. മറ്റേ രാജാവ് രാജ്ഞി ഇരിക്കുന്നു. അതെ, ഇവിടെ ഒരു കൗച്ച് ഉണ്ട്. ഇവിടെ വന്നിട്ട് അടുത്ത കൗച്ച് ഉണ്ട്. ഇവിടെ വേറൊരു കൗച്ച് ഉണ്ട്. പക്ഷെ ഈ ടിവിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പഴയ മോഡൽ ടിവിയാ. ഇതിന്റെ അകത്ത് യൂട്യൂബ് സംഭവങ്ങളൊന്നുമില്ല. ഇവര് മറ്റേ സെറ്റ് ഓഫ് ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഉപകാരം ഒന്നും ഉണ്ടായിട്ടില്ല. ചാനലുകൾ മാത്രമേ ഇതിന്റെ അകത്ത് കാണാൻ പറ്റുള്ളൂ. അതും കൂടുതൽ ഹിന്ദി ചാനൽ. അപ്പൊ അതുകൊണ്ട് വലിയ യൂസ് ഒന്നുമില്ല. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഈ പറഞ്ഞ വിൻഡോ നമുക്ക് ഇവിടുത്തെ തുറക്കാനായിട്ട് പറ്റും. ഇതിന്റെ പുറത്തേക്ക് നിന്നാൽ നമുക്കൊരു കോർട്ട്യാർഡിന്റെ വ്യൂവും സംഭവങ്ങളൊക്കെ കിട്ടും. അതിനുള്ള ഗ്ലാസ് ഡോർ ആണ്. ഇത് കടന്ന് നമുക്ക് പുറത്തേക്കൊക്കെ പോവാം. അത് നൈസാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് വെൽക്കം ടു ദ റോയൽ ബെഡ്റൂം. ബെഡ്റൂമിലേക്ക് പോകാൻ പോകുന്നത് വിശാലമായൊരു ബെഡ്റൂം ആട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു അളമാരി ഉണ്ട്. ഇതിന്റെ താഴെയും സ്റ്റോറേജ്, ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ ഇതിന്റെ അകത്ത് വന്നിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. ഇതാണ് നമ്മുടെ ബെഡ് വരുന്നത്. സൈഡ് ടേബിളിന്റെ അവിടെ ലാമ്പും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 0 അമർത്തി കഴിഞ്ഞാൽ നമുക്ക് റിസപ്ഷനിലേക്ക് വിളിക്കാം. ഇവിടെയുണ്ട് റിമോട്ട്, AC റിമോട്ട്, AC ഒക്കെ. അപ്പൊ ഇതാണ് ഇവിടുത്തെ AC വരുന്നത്. ഇവിടെ ഇങ്ങനത്തെ ഒരു AC ഉണ്ട്. ദാണ്ടത് അതുപോലത്തെ ഒരു കൺസീൽഡ് ACയും കൊടുത്തിട്ടുണ്ട്. വാഷ്റൂം അവിടെയാണ് മെയിൻ ആയിട്ടുള്ളത്. അവിടേക്ക് നമുക്ക് പോവാം. ഇതുപോലെ തന്നെ ഒരു TV ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം സെറ്റപ്പ് ആണ്. പിന്നെ ഇവിടെ വേണമെങ്കിൽ അവർക്കൊരു ബേവിന്റെ കൊടുക്കായിരുന്നു. അതെ അല്ലേ? നല്ല വ്യൂ ആയതുകൊണ്ട് ഇത് നമുക്ക് ഇങ്ങനെ തുറന്നിട്ട് പ്രൈവസിക്കൊന്നും പ്രശ്നമില്ല കേട്ടോ. ഇതിലാകെ ചിലപ്പോ വല്ല ഗാർഡനേഴ്സും സംഭവങ്ങളും മാത്രമേ നടക്കാറുള്ളൂ. പിന്നെ ഫുൾ പീക്കോക്കാണ്. മയിലുകളാ ഉള്ളത് കേട്ടോ ഇവിടെ. അപ്പൊ അങ്ങനെ സംഭവം. ഇതാണ് നമ്മുടെ ബെഡ് വരുന്നത്. ഇങ്ങനത്തെ ബെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം. 4 കാലുള്ള ബെഡാണ് വരുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു ബെഡും സംഭവങ്ങളും സെറ്റപ്പും ആണ് ഇവിടെ ഉള്ളത്. ഇപ്പോ നൈസ്. ഈ ബെഡും ഈ ഒരു വിരി എന്തിനാന്ന് ഇതുവരെ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ വരുമ്പോ തന്നെ ആ സാധനം എടുത്ത് അങ്ങോട്ട് ആ ഒരു ചെയറിന്റെ അവിടെ കൊണ്ട് വെക്കും. അതെ. ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. കംഫർട്ടബിൾ ബെഡാണ്, അടിപൊളി ബെഡാണ്. പിന്നെ ഈ 4 കാല് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ബെഡിന്റെ. അപ്പൊ ഈ ബെഡും സംഭവങ്ങളൊക്കെ കഴിഞ്ഞാൽ അതും ഒരു റോയൽ ഫീൽ ആണ് ആക്ച്വലി. ആ 4 കാല്. പിന്നെ ഇവിടെ നേരെ ഫുൾ സൈസ് ഒരു മിറർ ഉണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഒരു കോൺസെപ്റ്റ്. അതെ, ഇങ്ങനെ ഫുൾ സൈസ് മിറർ, ഒരു മിറർ ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വാഷ്റൂമിലേക്ക് പോകും. ഇതാണ് ഇവിടുത്തെ മെയിൻ വാഷ്റൂം. നേരത്തെ കണ്ട വാഷ്റൂം പോലെ തന്നെ ഇവിടെ പൈപ്പും കാര്യങ്ങളും, ടവൽസ് ഉണ്ട്. പിന്നെ എന്താ പറയാ, സോപ്പും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ട്. ബ്രഷ്, പേസ്റ്റ്, ഷേവിംഗ് സെറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഹെയർ ഡ്രയർ ഉണ്ട് ഇവിടെ. ഇവിടെ 2 ലൈറ്റ് സെറ്റപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളും ഉണ്ട്. ഓക്കെ. ഇവിടെ വന്നിട്ട് നമുക്ക് ചെറിയൊരു ടബ് പോലത്തെ സെറ്റപ്പ് ഉണ്ട് കിടന്ന് കുളിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മുടെ ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റ് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇവിടെ ആർട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി. ഇവിടെ വന്നിട്ട് ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയാ വിട്ടാണ് അങ്ങോട്ട്. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ കുളിക്കേണ്ട പരിപാടികളൊക്കെ. അപ്പൊ ഇതാണ് നമ്മളുടെ റൂം വരുന്നത്. ഒരു പാലസ് സ്റ്റേ അല്ലേ? അതെ അതെ അതെ, റോയൽ സ്റ്റേ. റോയൽ സ്റ്റേ. അപ്പൊ ഇതാണ് നമ്മുടെ റൂം ടൂർ എന്ന് പറയുന്നത്. സംഭവം സെറ്റാണ്. നൈസായിട്ട് നമുക്ക് താമസിക്കാം, എൻജോയ് ചെയ്യാം. എല്ലാം കൊണ്ടും ഭയങ്കര സ്പേഷ്യസ് ആണ്. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയ ബഡ്ജറ്റ്, അതായത് ബെഡ്റൂം മാത്രമുള്ള, ബെഡ്റൂമും വാഷ്റൂമും മാത്രമുള്ള അവൈലബിൾ ആണ്. പക്ഷെ ഇപ്പൊ ഇവിടെ ചൂടായതുകൊണ്ട് എന്താ പറയാ, ഓഫ് സീസൺ ടൈമാ. നമുക്ക് നല്ല റേറ്റിന് റൂം കിട്ടുകയും ചെയ്യുന്നുണ്ട് അല്ലേ? കൈസ് അവിടെ മയിലുണ്ട്. ഞാൻ അതിനെ പീലി വിരിക്കാൻ നോക്കിക്കാ. ഇങ്ങനെ കൂന്ന് പറഞ്ഞ പീലി വിരിക്കോ? അതതിന്റെ എണ്ണയാന്ന് വിചാരിച്ചാലോ. അപ്പോ ദ ഉമ്മീദ് റിസോർട്ട് ആൻഡ് സ്പാ ജോധ്പൂർ ഇവിടുത്തെ
ഒരു ഹോം ടൂർ അല്ല റൂം ടൂറും ഹോട്ടൽ ടൂറും ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇറ്റ് വാസ് വർത്ത് സ്പെൻഡിങ് ദ മണി. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു പാലസ് വൈബില് താമസിക്കുക എന്നുള്ളത് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സംഭവമായിരുന്നു. അപ്പൊ അത് നമ്മൾ ടിക്ക് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു പാലസിൽ ഒരു ദിവസമെങ്കിലും സ്റ്റേ ചെയ്തിട്ട് തിരിച്ചു പോകുന്നത്. കാരണം ജയ്പൂർ, ജോധ്പൂരിലൊക്കെ വരുമ്പോ എന്തായാലും, ഉദയ്പൂരിലൊക്കെ വരുമ്പോ എന്തായാലും ഇവിടെ വന്നൊന്ന് പാലസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ ഒരു നഷ്ടമല്ലേ. പ്രത്യേകിച്ച് എനിക്ക്, ഞാൻ ഇങ്ങനെ അയച്ചോണ്ട് പറഞ്ഞു, ചേട്ടാ ഒന്ന് നോക്കി ഇവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോ ഒന്ന് നോക്കോ, പാലസിലൊക്കെ ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഒന്ന് നോക്കോ, റേറ്റ് ഒക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസമെങ്കിലും നിന്നാലോ എന്നൊക്കെ കുറെ കൈയും കാലൊക്കെ പിടിച്ചായിരുന്നു. അപ്പോ ഇതിനേക്കാൾ കൂടുതൽ റേഞ്ചിലുള്ള പാലസ് റിസോർട്ട് സ്റ്റേകൾ ഉണ്ട്. ഇത് 5 സ്റ്റാർ പ്രോപ്പർട്ടി ആണ്. പക്ഷെ ഇതിനേക്കാൾ അടിപൊളി 5 സ്റ്റാർ പ്രോപ്പർട്ടി അല്ലല്ല, 5 സ്റ്റാറിൽ തന്നെ വേറെ ഇതിനേക്കാൾ കൂടുതൽ എമൗണ്ട്, ഇപ്പോൾ 20,000 25,000 ഒക്കെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റാവുന്ന പാലസ് റിസോർട്ട് സെറ്റപ്പുകൾ വേറെ ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ രാജസ്ഥാനില്. ബട്ട് ഇത് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന സംഭവമായിരുന്നു. കൊക്കിന് ഒതുങ്ങുന്നത് കൊത്താവും എന്ന് പറയില്ല. അപ്പൊ നമ്മുടെ കൊക്ക് ഇത്ര വലുതായിട്ടുള്ളൂ. അപ്പൊ ഇതന്നെ നമ്മളെ സംബന്ധിച്ച് ദൈവാനുഗ്രഹം. താങ്ക് യു. അപ്പോ മേ ബി അതോ ഈ പറഞ്ഞ 20-25,000 എന്നൊക്കെ പറഞ്ഞത് ചിലപ്പോൾ ശരിക്കുള്ള പാലസ് റിനോവേറ്റ് ചെയ്തൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക്. പക്ഷെ ആ ഒരു ഫീല് കിട്ടി. ബട്ട് ഇതന്നെ ലക്ഷറിയാണ്, മോർ ദാൻ ലക്ഷറി. അതെ. അപ്പൊ സോ ഹാപ്പി. അപ്പൊ നിങ്ങൾ വരാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്കാൾ കുറവ് പൈസക്ക് നിങ്ങൾക്ക് ഇങ്ങനെ പലതും എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും, റിസോർട്ടുകളും ഹോട്ടൽസും ഒക്കെ. അപ്പൊ അതൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു വ്ലോഗ് നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കായിട്ട് നമ്മുടെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ബൈ ബൈ. Signing out from Princess Eva and Prince Ajay Stephen. Princess Eva Binni. അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ആയാലോ. Princess Eva Binni and Prince Ajay Stephen. നീ ഈ ഉദ്ദേശിച്ചതിന്റെ അർത്ഥം മലയാളത്തിലൊന്ന് പറഞ്ഞുതരുമോ? അതായത് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു, ആരാ അവസാനിപ്പിക്കുന്നത്? പ്രിൻസസ് ഇവ ബിന്നിയും പ്രിൻസ് അജയ് സ്റ്റീഫനും. നന്ദി. तू हरा मेरी डेरे ने 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 അതിന് വട്ടാണ്. ലീവ് ഇറ്റ്. Bye.